നമസ്കാരം. ഇന്ത്യൻ വംശജനായിട്ടുള്ള സുഹ്റാൻ മുഹമ്മദ് മംദാനി, അദ്ദേഹം ന്യൂയോർക്ക് മേയറാകുന്ന സമയത്ത് ട്രംപിൻ്റെ മോന്ത ചുളുങ്ങി പോവുകയാണ്. അയാൾക്ക് വിരളി പിടിച്ച് കിടക്കുകയാണ്. അയാൾ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ തറപ്പണികളും അയാൾ കാണിച്ചു. തോറ്റില്ല, വലിയ വിജയം. അവിടെയുള്ള ജൂതന്മാരെ ഇളക്കി വിടാൻ നോക്കി. ജൂതന്മാരെ വോട്ടും കൂടെ ഇദ്ദേഹത്തിനാണ് കിട്ടിയത്. ഏറ്റവും വലിയ രസം എന്താ അറിയാമോ? നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്താണെങ്കിലും നമുക്കൊരു കോറലോ അല്ലെങ്കിൽ കരിയടയാളമോ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറയ്ക്കാം. നെഞ്ചത്ത് വന്ന് ഷർട്ടിട്ട് മറയ്ക്കാം, കാലുമീൻ കൈമീൻ വന്നാൽ മറയ്ക്കാം. പക്ഷെ മോന്തേമോ വന്നാലോ അത് മറയ്ക്കാൻ കഴിയില്ലല്ലോ. പുരീഷ തിലകന്യായെന്ന് പറയും. കുട്ടി അണിയിച്ചൊരുക്കി, വളരെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി. അവസാനം പട്ടിക്കാഷ്ടം കൊണ്ട് നായക്കാഷ്ടം കൊണ്ടൊരു പൊട്ടും തൊട്ടു, കഴിഞ്ഞില്ലേ? ഇതിലെ ഉത്തമാംഗം ശിരസ്, അതാണ് ന്യൂയോർക്ക്. അമേരിക്കയുടെ ശിരസ് ന്യൂയോർക്കാണ്. ആ ന്യൂയോർക്കിലാണ് ഇപ്പോൾ സാക്ഷാൽ സുഹ്റാൻ മുഹമ്മദ് മംദാനി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ വന്നിട്ടുള്ളത്. ഏതായാലും ഇതേ പ്രശ്നം ന്യൂയോർക്കിൽ ട്രംപിന് കിട്ടിയ അടി അതേപോലെ ഒന്ന് ഇവിടെ വരാനിരിക്കുന്നുള്ളൂ. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, മോഡിക്ക് അടി തെറ്റും. അവിടെ നിന്ന് തുടക്കം, ബീഹാറിൽ നിന്ന് തുടങ്ങും, പിന്നെ തുരുതുരുന്നതിന് അടി കിട്ടും. പിതാവിൻ്റെ പേര് മുഹമ്മദ്. അത് മുഹമ്മദ് തന്നെയാണ്. പലരും പല രൂപത്തിൽ, ചിലർ മുഹമ്മദ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ. അമ്മയുടെ പേര് മീര നായർ. അദ്ദേഹമാണ് സുഹ്റാൻ മുഹമ്മദ് മംദാനി. ഇപ്പം ന്യൂയോർക്ക് മേയറായി കഴിഞ്ഞു. നേരത്തെ അറിയാമായിരുന്നു, എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞാലല്ലേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അതുപോലുള്ളൊരു സപ്പോർട്ടാണ് മംദാനിക്ക് അവിടെയുള്ളത്. ഒരർത്ഥത്തിൽ ട്രംപിനോടുള്ള മടുപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് മംദാനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ലോകം വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് അത് നോക്കിക്കണ്ടത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ് സുഹ്റാൻ മംദാനി. വലിയ വിജയമാണ് കരഗതമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ അദ്ദേഹം ആരാണെന്നുള്ളതിൻ്റെ ചർച്ചയ്ക്കും വരികയാണല്ലോ. 10% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് മംദാനി ന്യൂയോർക്കിൽ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ് ഈ മംദാനി? മംദാനി ഒരു അമേരിക്കൻ പൗരൻ, അതാണ് സത്യം. പക്ഷേ ആ മംദാനിയെ മുസ്ലിമാക്കി മാറ്റി. ആരാണ്? ട്രംപ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നടക്കുന്ന കളിയുണ്ടല്ലോ, ഇസ്ലാമോഫോബിയ. അങ്ങനെ അവിടെയുള്ള സാധാരണക്കാരുടെ അന്തരംഗത്തിലേക്ക് ഈ മതസ്പർദ്ധ കടത്തിവിട്ടിട്ടെങ്കിലും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? അത് ശ്രമിച്ചതാണ് ട്രംപ്. ട്രംപിനെ വിറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനമുണ്ട്. നമ്മളുടെ ഇങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് വന്നോട്ടെ, പക്ഷേ ന്യൂയോർക്കിൽ കാല് കുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ലോക കോടതിയുടെ വാറന്റ് നിലനിൽക്കുന്നുണ്ട്. ആയതുകൊണ്ട് ലോകത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. ഇസ്രായേലിൽ വെച്ച് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇസ്രായേൽ വെച്ചാൽ അദ്ദേഹമാണല്ലോ പ്രധാനമന്ത്രി, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എവിടെ പോണെങ്കിലും അവർ അറസ്റ്റ് ചെയ്യാം. പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അമേരിക്കയിൽ കയറി വന്നാൽ, ന്യൂയോർക്കിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ, ന്യൂയോർക്ക് പ്രവിശ്യയിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ എയർപോർട്ടിൽ വന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. വിമാനത്തിന് വെച്ചാൽ അറസ്റ്റ് ചെയ്യും, അതേ കൊണ്ടുപോകും. അത് പറയാനുള്ള ധൈര്യം കാണിച്ചു. ഇനിയിപ്പോൾ അയാൾ വന്ന് ഇറങ്ങുമോ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. എന്തായാലും ഇന്ത്യയിൽ ജനിച്ചയാളാണ്. ഉഗാണ്ടയുടെ അവിടെയാണ് പഠിച്ചത്. അക്കാദമിഷ്യനാണ്, വലിയ പഠിപ്പാളിയാണ് അദ്ദേഹം. മഹമ്മൂദ് മംദാനിയുടെയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായർ വളരെ പ്രശസ്തയാണ്. അവരുടെ മകനാണ് സുഹ്റാൻ മംദാനി.
സലാം ബോംബെ വളരെ ഫേമസ് ആണത്. മൺസൂൺ വെഡിങ് തുടങ്ങിയ സിനിമകളുടെ സംവിധായികയാണ്. ഓസ്കാർ നോമിനി കൂടിയായിട്ടുള്ള മീര നായർ. കമ്പാലയിൽ നമ്മുടെ ഈദി അമീൻ ഒക്കെ ഉണ്ടായ സമയത്ത് കമ്പാലയിലൊക്കെയാണ് വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അവിടെ. ഉഗാണ്ടയുടെ തലസ്ഥാനമായിട്ടുള്ള കമ്പാല, അവിടെയാണ് ഈ മംദാനി ജനിച്ചത്. അവിടെയാണ് കുട്ടിക്കാലത്ത് അവിടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. 7ാമത്തെ വയസ്സിലാണ് മംദാനി കുടുംബം ന്യൂയോർക്കിലേക്ക് പോകുന്നത്, അമേരിക്കയിലേക്ക് പോകുന്നത്. പിന്നെ പൗരത്വം ലഭിക്കുന്നത് പിന്നെയും കുറേ കാലം കഴിഞ്ഞാണ്, 2018 പൗരത്വം ലഭിച്ച് 7 വർഷങ്ങൾക്ക് ഇപ്പുറം അമേരിക്കയിലെ വലിയ നഗരത്തിൻ്റെ അധിപനുമായി അദ്ദേഹം. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന കാലം മുതലേ മംദാനിയുടെ ആവേശം അറിഞ്ഞവരായിരുന്നു അധികവും. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ ആർജവം, പലസ്തീൻ അനുകൂല നിലപാടിലൂടെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് പലസ്തീൻ നിലപാടെന്ന് മനസ്സിലാക്കണം. ട്രംപിനെ എപ്പോഴും അദ്ദേഹം മൂക്കിൽ ചൊറിഞ്ഞു കൊടുക്കാറുണ്ട്. ചൊറിച്ചിൽ കിട്ടുന്ന സമയത്ത് അയാൾ ഭ്രാന്തി പിടിച്ച് നടക്കാറുമുണ്ട്. മംദാനി എങ്ങനെയൊക്കെ പ്രകോപിപ്പി അതൊക്കെ ശ്രമിക്കാറുണ്ട്. മംദാനി അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാറുണ്ട്. മംദാനിയുടെ ഗാസ അനുകൂല നിലപാടുകളാണ് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചത്. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടുകൂടിയേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു അത്യാവശ്യം തിളക്കമുള്ളൊരു നക്ഷത്രമായിട്ട് മംദാനി മാറാൻ തുടങ്ങി. മംദാനിയെ ശ്രദ്ധിക്കാനും തുടങ്ങി. ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ ആദ്യത്തെ ഏഷ്യൻ ഉഗാണ്ടൻ വംശജനായിട്ടുള്ള പ്രതിനിധിയാണ് സൊഹ്റാൻ മംദാനി. ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ 3ാമത്തെ മുസ്ലിം ജനപ്രതിനിധി. അവിടെ അങ്ങനെ മുസ്ലിം ജനപ്രതിനിധി ഉണ്ടാകാറില്ല. സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിയാണ് മംദാനി ജനങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചത്. ഇതൊക്കെയാണ് മംദാനിയെക്കുറിച്ച് ഏകദേശ രൂപത്തിൽ പറയാനുള്ളത്. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം ട്രംപിൻ്റെ ഏറ്റവും വലിയ ആർഗ്യുമെൻ്റ് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളതാണ്. അമേരിക്കയിൽ തോപ്പിൽ ബാസി അവിടെ പോയ സമയത്ത് ആ തോപ്പിൽ ബാസി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അങ്ങനെ എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായി. അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പം ആ രീതിയിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരെ ഭയപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ട് അവരൊരിക്കലും സന്ധി ചെയ്യാറില്ല. അതുകൊണ്ടാണ് ക്യൂബയൊക്കെ ആയിട്ട് വലിയ രൂപത്തിൽ അവർ അടികൂടി നടന്നിരുന്നത്. ക്യൂബയൊന്നും അവർ അംഗീകരിച്ചിട്ടുണ്ടായില്ല. കാരണം ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയതുകൊണ്ട്. പിന്നെ മറ്റൊന്ന്, അവരുടെ മനസ്സിലുള്ള ഇസ്ലാമോഫോബിയ. അതാണല്ലോ ഇവിടെ വർക്കൗട്ടായത്. പലസ്തീനെതിരെയും മറ്റേ ഇസ്രായേലിലും കണ്ടുവരുന്ന അതാണല്ലോ. ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു, ഇറാഖിനെതിരെ യുദ്ധം ചെയ്യുന്നു, മറ്റുള്ളവരെ ചൊൽപ്പടിക്ക് നിർത്തുന്നു, മറ്റുള്ള അറേബ്യൻ രാഷ്ട്രങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തുന്നു. ഇതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ അധിപതി, പ്രത്യേകിച്ച് വലിയ മുഷ്കനായിരിക്കുന്ന ട്രംപ്, ആ ട്രംപിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് കിടന്ന് പറക്കുകയാണ് ഇപ്പോൾ. ആരാണ് അദ്ദേഹം? ഉള്ളിൽ വെച്ച് എല്ലാ കറകളും വെച്ച് ചൂണ്ടിക്കാണിച്ച് ഇയാളെ ഇവിടെ മേയറാക്കരുത്, ഇയാളെ മേയറാക്കി കഴിഞ്ഞാൽ ന്യൂയോർക്ക് നശിച്ചു പോകും, ന്യൂയോർക്കിൽ ഞാൻ 10 പൈസ കൊടുക്കില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. കാരണം അങ്ങനെ ഞാൻ ന്യൂയോർക്കുകാർ മുഴുവൻ അവിടെ ഇപ്പോൾ ലോസ് ആഞ്ചലസ് ഉണ്ട്. കാലിഫോർണിയയാണോ ലോസ് ആഞ്ചലസോ? കാലിഫോർണിയ. ലോസ് ആഞ്ചലസ് അല്ല, കാലിഫോർണിയ. അത് ശരിക്കും പറയുക സ്വയം പര്യാപ്തതയുള്ളൊരു രാഷ്ട്രത്തിൻ്റെ പോലെയാണ് പെരുമാറുന്നത്. ആയതുകൊണ്ട് തന്നെ ട്രംപിനൊക്കെ അവിടെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ കാര്യങ്ങൾ നടത്താൻ. അവരുടെ കാര്യങ്ങൾ അവരാണ് നടത്തുക. ട്രംപിനെ നിന്ന് അവർ പുല്ല് വരെ കൽപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ ട്രംപിന് ന്യൂയോർക്കിലും വന്നു ചേരും. അത്രയും സംഭവിക്കുള്ളൂ. എല്ലാത്തിനും വിഹിതമുണ്ടല്ലോ. ന്യൂയോർക്കിന്, അല്ലെങ്കിൽ കാലിഫോർണിയയ്ക്ക്, അല്ലെങ്കിൽ മറ്റേ ചിക്കാഗോ, അതേ അവിടുത്തെ സ്റ്റേറ്റുകൾ ഏതോന്ന് എനിക്കറിയില്ല. ആ സ്റ്റേറ്റുകൾക്ക് അവരുടെ വിഹിതങ്ങളുണ്ടല്ലോ. പിന്നെ ഫേവർ അത് വേണമെങ്കിൽ
അങ്ങനെ ഓരോ സ്റ്റേറ്റും ഫേവർ വേണ്ട പറഞ്ഞാൽ പിന്നെ അമേരിക്ക എവിടെ? ഈ സ്റ്റേറ്റുകളെല്ലാം കൂടിയതല്ലേ അമേരിക്ക. പക്ഷേ ഈ തലയ്ക്ക് വെളിവില്ലാതായി പോകുന്ന സമയത്ത്, വറളി പിടിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് വിളിച്ചു പറയുന്നത് ആർക്കും അറിയില്ലല്ലോ. ചിന്നൻ്റെ വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ ഇനി 10 പൈസ കൊടുക്കില്ല എന്ന്. ഏതായാലും ട്രംപിൻ്റെ മോന്തയുടെ ഷേപ്പ് അല്ല തന്നെ നല്ലൊരു ഷേപ്പല്ല അയാളുടെ ഇത്. ഇപ്പോൾ ഒന്നുകൂടി അയാളുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്, മോന്ത വിണ്ട് കീറിയിട്ടുണ്ട്. ഇനിയാണ് ട്രംപിൻ്റെ ഫ്രണ്ടിൻ്റെ കളി. ബീഹാറിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, അവിടെ നിതീഷ് കുമാർ അവിടെ ആർക്കും വേണ്ട. അവിടെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായിട്ട് അവിടെ കളിക്കുന്ന 2 ചെറുപ്പക്കാർ, രാഹുൽ ഗാന്ധിയും പിന്നെ തേജസ്വി യാദവും ആയതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങളും യുവജനങ്ങളും അവരുടെ പുറകിലാണ്. നിതീഷ് കുമാർ അവിടെ ഇനിയും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായിട്ട് കാണാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ട്രെൻഡല്ല ഇപ്പോൾ അവിടെയുള്ളത്. അവർ തൂത്തുവാരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇവരുടെ സഖ്യം എൻ ഡി എ സഖ്യമല്ല, അണ്ടി സഖ്യം അങ്ങനെയാണല്ലോ പറയുക. ഇണ്ടി സഖ്യം അണ്ടി സഖ്യം എന്നാണല്ലോ പറയുക. ഈ അണ്ടി സഖ്യത്തിന് അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ സപ്പോർട്ട് കൊണ്ട് അതിൻ്റെ പേരിലൊരു ഗുണം എൻ ഡി എക്ക് കേന്ദ്രത്തിലും കിട്ടാൻ പോകുന്നില്ല. അയാൾ വില കുറഞ്ഞവനായി മാറില്ലേ. അപ്പോൾ അണ്ടി സഖ്യത്തിന് അവിടെ ഡൽഹിയിലും അത് കാലിടറുമെന്നർത്ഥം. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, അവരൊക്കെയാണ് വാസ്തവത്തിൽ കേന്ദ്രത്തിൻ്റെ വരെ ഗതി നിശ്ചയിക്കുന്നവർ. അത് ബീഹാർ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കേന്ദ്രം കിടന്ന് ആടാൻ തുടങ്ങുന്ന അർത്ഥം. ഏതായാലും ഇന്ത്യ സഖ്യം, INDIA, ഇന്ത്യ സഖ്യം. ഇവിടെ ഒരുത്തനുണ്ട്, അയാൾ വായ തുറന്നാൽ മുഴുവൻ പറയാം, ഇതാണല്ലോ സാധനം, താൻ്റെ മനസ്സിലായില്ലേ പറയാൻ. അയാളാണ് ഈ ഇന്ത്യ സഖ്യം. അതിന് ഇന്ത്യ സഖ്യം, INDIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, പക്ഷേ NDA എന്ന് പറഞ്ഞാൽ അണ്ടീന്നാണ്. അതിന് അണ്ടി എന്ന് പറയാം. അപ്പോൾ അണ്ടി സഖ്യം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നൊരവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ അവിടെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഡൽഹിയിൽ അതിൻ്റെ ഗന്ധം, അതിൻ്റെ രൂപം, അവിടെ കരി പുരണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കരി, ഒരു മങ്ങൽ കേന്ദ്രത്തിൽ മേൽക്കും, അത് സംശയമില്ല. എന്തായാലും ഞാനവിടെ എനിക്കറിയാവുന്ന കുറേ സ്ഥലമുണ്ട്. ഗയ ഇടവിട്ട് പോകാറുള്ളതാണ്. ആശ്രമമുണ്ട്, എനിക്കറിയാവുന്ന ആശ്രമമുണ്ട്. അവിടെ ചിന്മയാനന്ദ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പഴയ ചിന്മയാനന്ദ സ്വാമി അല്ല കേട്ടോ, ഇപ്പോഴത്തെ ചിന്മയാനന്ദ. അദ്ദേഹം പേര് ചിന്മയാനന്ദ സരസ്വതി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഇടവിട്ട് വല്ലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ അവിടെയുള്ള 1-2 പേര് എനിക്ക് 2 പേര് മലയാളികളാണ്. അവരോട് വിളിച്ചു ചോദിച്ചു. പാറ്റ്നയിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവിടെ വിളിച്ചു ചോദിച്ചു. പിന്നെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ, ആ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ അകത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ക്ഷേത്ര ഭാരവാഹികൾ, അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് അവിടെ അറിയാം. അവരേക്ക് വിളിച്ചു ചോദിച്ചു. അത് പണ്ട്, ഇപ്പം ജാർഖണ്ഡാണ്, പണ്ട് ബീഹാറായിരുന്നു. അതുകൊണ്ട് ബീഹാറിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും ബൊക്കാറോക്കാർക്ക് അറിയാം. ഇവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്, 10-24 പേരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. വിളിച്ചത് 5-8 പേരെ വിളിച്ചുള്ളൂ. അവരെല്ലാവരും പറഞ്ഞു, ഒരു സംശയമില്ല സ്വാമിജി, ഇത്തവണ നിതീഷ് കുമാറിനെ അടിച്ചു വാരി കുപ്പയിൽ കൊണ്ടിടും. അതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ എല്ലാം ഈ ഇൻഫർ ചെയ്യുന്ന, അഥവാ ഇവർ നേരത്തെ കാലെ കൂട്ടിയുള്ള സംസാരമുണ്ടല്ലോ അവിടെ നാട്ടുകാരുടെ, അത് പരിപൂർണമായിട്ടും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത്. അതിന് പ്രധാന ഘടകം ഇവർ പറഞ്ഞിട്ടുള്ളത്, ജയിച്ചു കഴിഞ്ഞാൽ ജോലിക്കാണ് പ്രാമുഖ്യം. കൂടുതൽ ജോലി സാധ്യതകൾ ബീഹാറിലുള്ള ആളുകൾക്ക് പുറത്തു പോകേണ്ടെന്ന് ഗതികേട് വരാത്ത സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ബീഹാറികൾ എന്ന് പറയുമ്പോൾ അത് ബോംബെയിൽ പോയാലും, അതല്ലെങ്കിൽ മറ്റുള്ള ബാംഗ്ലൂരാകട്ടെ, അല്ലെങ്കിൽ പൂനെയിലാകട്ടെ, അല്ലെങ്കിൽ അഹമ്മദാബാദിലാകട്ടെ, ഡൽഹിയിലാകട്ടെ,
ഇവിടെ എവിടെ പോയി കഴിഞ്ഞാൽ ബീഹാറികൾ എന്ന് പറയുന്നത് അതൊരു മ്ലേച്ഛമായിട്ടുള്ള ഒരു സ്ഥലവും മ്ലേച്ഛമായിട്ടുള്ള കുറേ ആളുകളും ആ രീതിയിൽ ഒരുപാട് അവർ ഈ മത്സരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് അവരെ പാർശ്വവൽക്കരിച്ചിട്ടുണ്ട്. ഒരുപാട് അവരുടെ മനസ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ള നാട്ടുകാരായതുകൊണ്ട് തന്നെ ബീഹാറിൽ തന്നെ നിലനിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടമാക്കും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയും അവസാനത്തെ പരിപാടിയും എന്നുള്ള പ്രഖ്യാപനമാണ് തേജസ്വി യാദവ് എല്ലായിടത്തും നടത്തുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് വോട്ട് ചോരി, വോട്ട് കൊള്ള അത് നടത്തിയതിൻ്റെ കാര്യങ്ങൾ എണ്ണി ഇപ്പോൾ 2ാം തവണയെ പറഞ്ഞിട്ടുള്ളൂ, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ പല പേരുകളിൽ 40 വോട്ട് ചെയ്തതിൻ്റെ എല്ലാ ലിസ്റ്റും അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവരുടെ ലിസ്റ്റ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്, പിന്നെ നിഷേധിക്കാൻ പറ്റും. അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്കിഷ്ടമുള്ള കുറേ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഡിജിറ്റലായതിനു ശേഷം ഈ കാര്യങ്ങൾ അവർ ഒരു കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട്, നല്ലൊരു കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് ഇവർക്ക് അവിടെ ഡൽഹിയിലിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അവിടുന്ന് ഒരു കുത്തിയാൽ അവർക്ക് ഇഷ്ടമുള്ള ആൾ മാഞ്ഞു പോകും, ഒരു കുത്തിയാൽ അവർക്ക് ഇഷ്ടമുള്ള ആൾ വന്ന് കയറും. ഇത് വളരെ വ്യാപകമായിട്ട് നടക്കുകയാണ്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ജനങ്ങളെ, ബീഹാറിലെ ജനങ്ങളെ ബോധിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കഴിയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഇനി ഈ കള്ളന്മാർക്ക് വോട്ട് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബീഹാറിൽ ജനത, പ്രത്യേകിച്ചും യുവാക്കളും അവിടുത്തെ സ്ത്രീകളും. അടുത്ത മുഖ്യമന്ത്രി തേജസ്വി യാദവ്, അടുത്ത പ്രധാനമന്ത്രി. നമസ്കാരം.